ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംനാസ് ഫുട്ബോൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നേന്ത്രപ്പഴവും ബിസ്ക്കറ്റും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 5 മിനിറ്റിൻ്റെ ആവശ്യം പോലും ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്, അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കും കൂടിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം, അതേപോലെ ഷെയർ ചെയ്യേണ്ട കാര്യം, സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറന്നു പോയത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇത് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലുള്ളൊരു നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴം മുഴുവനായിട്ടും നമുക്ക് ആവശ്യമില്ല, ഒരു അര ഭാഗം മാത്രം മതി കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് 50-50യുടെ ഈ ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴത്തിന് പകരമായിട്ട് ചെറുപഴം വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നേന്ത്രപ്പഴവും ബിസ്ക്കറ്റാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് മെയിനായിട്ട് ആവശ്യം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഇത് ഒരു മിക്സിയുടെ ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു അര കഷ്ണോളം വരുന്ന നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടിപ്പോവണ്ട, ഈ ഒരളവിൽ മാത്രം മതി കേട്ടോ. ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഒരു അര ഭാഗത്തോളം മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടത് 50-50യുടെ ബിസ്ക്കറ്റാണ് കേട്ടോ. അതൊരു 7 എണ്ണം ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണുള്ളത് അതെടുക്കുക കേട്ടോ. അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ജ്യൂസിന് മുന്നിട്ട് നിൽക്കുക. ഇതിലോട്ടൊരു 1/4 കപ്പോളം വരുന്ന നല്ല തണുത്തിട്ടുള്ള പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ജ്യൂസിന് ആവശ്യമായിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. ഇതുപോലെ ഒരു ഇളം മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് ഒരു തരി പോലും കഷ്ണങ്ങളില്ലാതെ ഇതുപോലെ അങ്ങോട്ട് അടിച്ചെടുക്കുക കേട്ടോ. നല്ല സ്മൂത്തായിട്ടുള്ള ജ്യൂസായിരിക്കണം. ആ ഒരു നേന്ത്രപ്പഴമൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ലാസ്റ്റ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓപ്ഷണലാണ്. ഒരു 1-2 അണ്ടിപ്പരിപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 ഇട്ട് കൊടുത്തല്ലോ കേട്ടോ. പക്ഷേ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് സമയം ഇട്ട് അങ്ങോട്ട് കറക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു ജ്യൂസ് കഴിക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. അപ്പോൾ ഞാനെല്ലാം കൂടി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല കിടിലൻ ഡ്രിങ്കാണ് കേട്ടോ. നേന്ത്രപ്പഴം വെച്ച് ചെയ്യുന്ന സമയത്ത് ആർക്കും സംശയം വേണ്ട, ടേസ്റ്റ് അങ്ങോട്ട് മുന്നിട്ട് നിൽക്കുമോ, ഫ്ലേവർ മുന്നിട്ട് നിൽക്കുമോ എന്നൊക്കെ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്, നല്ല ഡ്രിങ്കാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ്. അണ്ടിപ്പരിപ്പൊക്കെ ചെറുതായിട്ടൊന്ന് കഴിക്കാൻ കിട്ടുന്ന അടിപൊളി ഡ്രിങ്ക്. അപ്പോൾ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. പിന്നെ ഈ ഒരു ജ്യൂസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം, ഷെയർ ചെയ്യേണ്ട കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ.